ചേട്ടാ ഈ ജാർ എന്താ? ജാർ എന്താണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ജാർ ഒരു സേവിങ്സ് ആപ്പാണ്. ഈ സേവിങ്സ് ആപ്പിൽ നിങ്ങൾക്ക് വെറും 10 രൂപ തൊട്ട് ഡിജിറ്റൽ ഗോൾഡിൽ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. കുട്ടിക്ക് ഈ ഡിജിറ്റൽ ഗോൾഡ് എന്താണെന്നറിയോ? അതായത് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് സേഫായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഗോൾഡാണ് ഈ ഡിജിറ്റൽ ഗോൾഡ്. അത് 24 കാരറ്റ് ഗോൾഡ് തന്നെയാണ്, പക്ഷേ ഓൺലൈനായിട്ട് നമ്മളെ ഫോണിലൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ജാർ ആപ്പിലൂടെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ജ്വല്ലറിയിൽ കൂടെ വാങ്ങിക്കുന്ന പോലെ തന്നെ 3% GST മാത്രമേ ഇതിനും അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. പക്ഷേ കൺവീനിയൻസ് ആണ് മെയിൻ. പിന്നെ ഈ ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ ഏജ് റെസ്ട്രിക്ഷനോ ആർക്ക് എന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് തന്നെ 10 രൂപ മുതൽ 10,000 രൂപ വരെയോ അല്ലെങ്കിൽ ഈവൻ ലക്ഷങ്ങളാണെങ്കിലും നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ജാർ ആപ്പിലെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്നറിയോ? ഓട്ടോ പേ, അതായത് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്. നിങ്ങൾക്ക് ജാർ ആപ്പിൽ വെറും 10 രൂപ മുതൽ ഈ ഓട്ടോ പേ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലിയോ വീക്ക്ലിയോ മന്ത്ലിയോ ഡയറക്റ്റ് നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് ജാറിൻ്റെ അക്കൗണ്ടിലേക്ക് 24 കാരറ്റ് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് സേവ് ആവും. അത് നല്ലൊരു അടിപൊളി ഫീച്ചർ അല്ലേ? നമ്മളറിയാതെ നമ്മളെ കീശയിൽ നിന്ന് നൈസായിട്ട് ജാറിൻ്റെ അക്കൗണ്ടിൽ ഗോൾഡ് ആയിട്ട് കിടക്കും. ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്കതിന് ചെറിയൊരു പ്രോഫിറ്റും കിട്ടും. പിന്നെ ജാറിൽ സേവ് ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണ് ഈ വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും. നമുക്ക് 3 തരത്തിൽ വിത്ഡ്രോ ചെയ്യാൻ പറ്റും. നമ്മളെ ക്യാഷ് നേരെ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് കോയിൻ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ജ്വല്ലറി ആയിട്ട് വാങ്ങിക്കാനും പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പേയ്മെൻറ്റ് ആപ്സിലെയും പോലെ നമുക്കൊരു വെരിഫിക്കേഷൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങളെ ആധാർ കാർഡോ പാൻ കാർഡോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വെരിഫിക്കേഷൻ ഇവിടെ ഉണ്ടാവും. അത് നിങ്ങളെ അക്കൗണ്ട് സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിത്ഡ്രോ സേവിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്ഡ്രോ സേവിങ്സ് ഇൻ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രിഫേർഡ് എമൗണ്ട് എത്രയാണോ നിങ്ങൾക്ക് എമൗണ്ട് വിത്ഡ്രോ ചെയ്യേണ്ടത് അത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക, ടൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ വിത്ഡ്രോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്രയും സിമ്പിളാണ്. നിങ്ങളുടെ കാശ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിരിക്കും. ജാർ ആപ്പിലൊരു സ്പിൻ വീൽ ഫീച്ചർ ഉള്ളത് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. ജാർ ആപ്പിനകത്ത് ഒരു റിവാർഡ് പ്രോഗ്രാം ഉണ്ട്, സ്പിൻ ദ വീൽ. അപ്പോൾ ഈ സ്പിൻ ദ വീലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്പിൻസ് നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്ന്. അപ്പോൾ ആ സ്പിൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാക്ക് പോട്ട് എന്നുള്ള കൂപ്പൺ കിട്ടും. ഈ ജാക്ക് പോട്ട് എന്നുള്ള കൂപ്പണ് നിങ്ങൾ മാനുവൽ സേവിങ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഗോൾഡ് കിട്ടും. മനസ്സിലായോ? അതായത് നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഈ ജാക്ക് പോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജാക്ക് പോട്ടിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര രൂപയ്ക്ക് ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ ഇത്ര അഡീഷണൽ ഗോൾഡ് കിട്ടുന്നുള്ളൂ. അടിപൊളി ഫീച്ചർ അല്ലേ? അപ്പം മറക്കാതെ യൂസ് ചെയ്യുക. ജാർ ആപ്പിലൊരു സൂപ്പർ കൂൾ ഫീച്ചറാണ് റെഫറൽ ഫീച്ചർ. നിങ്ങൾക്ക് എത്രത്തോളം ഫ്രണ്ട്സ് ഉണ്ടോ അവരെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് ഫ്രീ ക്യാഷ് ഒപ്പിക്കാൻ പറ്റുന്നൊരു ഫീച്ചറാണിത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. റെഫറൽ ഭയങ്കര സിമ്പിളാണ്. ഈ കുട്ടി ഇപ്പം എൻ്റെ അടുത്ത് ജാറിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് ഞാൻ എൻ്റെ റെഫറൽ ലിങ്ക് അയച്ചു കൊടുക്കും. ആ റെഫറൽ ലിങ്ക് വെച്ചിട്ട് ഈ കുട്ടി ജാർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് നൈസായിട്ട് ഫ്രീ റിവാർഡ്സ് കിട്ടും. ആ ഫ്രീ റിവാർഡ്സ് എൻ്റെ ഡയറക്റ്റ് ജാർ വാലറ്റിലേക്കാണ് കയറുന്നത്, വിച്ച് ഈസ് ഫ്രീ ക്യാഷ് ഫോർ മീ. ജാർ ആപ്പിനകത്തുള്ള നിങ്ങളുടെ സേവിങ്സ് ജ്വല്ലറി ആയിട്ട് വാങ്ങാൻ പറ്റുന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയെന്നുള്ളത് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. അതായത് നേക്ക് എന്നുള്ളത് ജാറിൻ്റെ സ്വന്തമായിട്ടുള്ള ജ്വല്ലറി ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങളുടെ ജാർ സേവിങ്സ് എത്രത്തോളം ഉണ്ടോ നിങ്ങൾക്ക് BIS ഹോൾമാർക്ഡ് ആയിട്ടുള്ള നേക്ക് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ജാർ ആപ്പിലൂടെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ജാർ ആപ്പിൻ്റെ പല ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് ജാർ ആപ്പിൻ്റെ റിയൽ ലൈഫ് യൂസ് കേസസ് പറഞ്ഞുതരാം. ജാർ ആപ്പ് നമുക്കൊരു എമർജൻസി ഫണ്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ആപ്പായിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 10 രൂപ മുതൽ 5000 രൂപ വരെ ഡെയിലി സേവിങ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ആ സെറ്റ് ചെയ്യുന്ന പൈസ നേരെ 24 കാരറ്റ് ഗോൾഡിലാണ് സേവ് ആവുന്നത്. ഈ സേവ് ചെയ്ത പൈസ നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഫിസിക്കൽ ഗോൾഡും ഡിജിറ്റൽ ഗോൾഡും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ ഗോൾഡിൻ്റെ കൺവീനിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഫിസിക്കൽ ഗോൾഡ് നമുക്ക് ക്യാഷ് ആക്കണമെങ്കിൽ നമ്മളൊരു സ്റ്റോറിൽ പോയി അത് സെല്ല് ചെയ്യാൻ നോക്കി മാർക്കറ്റിലെ പ്രൈസൊക്കെ നോക്കി അതിൻ്റെ സെൽ പ്രൈസും ബൈ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നോക്കി തലയാകെ പെരുക്കും. എന്നിട്ട് നമ്മൾ സെല്ല് ചെയ്ത് കാശ് കിട്ടുമ്പോഴേക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ എവിടെയോ എത്തിക്കാണും. പക്ഷേ ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ജാർ ആപ്പിൽ നിങ്ങൾക്ക് വിത്ഡ്രോ എന്നുള്ള ഫീച്ചർ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അന്നത്തെ മാർക്കറ്റ് പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഡിജിറ്റൽ ഗോൾഡ് എത്രത്തോളം സിമ്പിളാണെന്ന്. ജാർ ആപ്പ് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നറിയോ? അങ്ങനെ ആർക്കൊന്നൊന്നുമില്ല. നമ്മളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ജോലിയിൽ കയറിയിട്ടുള്ളൂ, ചെറിയ ശമ്പളമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉള്ളതിൽ നിന്ന് നമുക്ക് മന്ത് ഒക്കെ ആവുന്നവരെ സർവൈവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 10 രൂപയോ 50 രൂപയോ വെച്ച് ഡെയിലി സേവ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മന്ത് ആകുമ്പം വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വെക്കാം. അല്ല നിങ്ങളൊരു വീട്ടമ്മയാണ്, നിങ്ങൾക്കൊരു സ്വർണം വാങ്ങാനുള്ള ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്,
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു 10 രൂപയോ 50 രൂപയോ ഡെയിലി വെച്ച് സേവ് ചെയ്യാൻ പറ്റുമെങ്കിലോ അല്ലെങ്കിൽ മാനുവലായിട്ട് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നേക്കിൻ്റെ അകത്തുനിന്ന് ജ്വല്ലറി ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഗോൾഡിലാക്കി വെക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മാനുവൽ സേവിങ്സ് വെച്ചിട്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനോ പറ്റും. ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾ എമൗണ്ട് സേവ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചുമ്മാ അക്കൗണ്ടിൽ കാശ് ഇട്ടുകൊണ്ട് വെച്ചാൽ അത് ഗ്രോ ചെയ്യുന്നില്ല. നിങ്ങൾ ഗ്രോ ചെയ്യാതെ നിങ്ങളെ പൈസ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ മൂല്യം ഇയർ ബൈ ഇയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡോ അല്ലെങ്കിൽ മേ ബി മ്യൂച്വൽ ഫണ്ട്സിലോ ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7% എങ്കിലും ഡിജിറ്റൽ ഗോൾഡ് നോർമലി ഒരു റിട്ടേൺസ് തരാറുണ്ട്, വിച്ച് ഈസ് ലൈക്ക് ഇൻഫ്ലേഷനേക്കാളും കുറച്ചും കൂടെ മേലെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ പയ്യെ ഗ്രോ ചെയ്യാണ്. ജാറ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സേവ് ചെയ്ത് തുടങ്ങാം.